നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ UDF-ൽ അധികാര തർക്കവും മുഖ്യമന്ത്രി കസേരയെ ചൊല്ലിയുള്ള ചതുരംഗക്കളിയും മുറുകുന്നു. കേരളത്തിലെ കോൺഗ്രസിൽ അപ്രതീക്ഷിതമായ നേതൃമാറ്റത്തിന് ഹൈക്കമാൻഡ് പച്ചക്കൊടി വീശിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ ഡൽഹി കേന്ദ്രീകരിച്ച് ശക്തമായ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പ്രഥമ പരിഗണന ലഭിക്കുമെന്ന് കരുതപ്പെട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന് കനത്ത തിരിച്ചടിയാണ് ഒന്നിനു പുറകെ ഒന്നായി ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സതീശനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന ചില വിവാദ ഓഡിയോ ക്ലിപ്പുകൾ അദ്ദേഹത്തിന്റെ പ്രതിച്ഛായയ്ക്ക് വലിയ മങ്ങലേൽപ്പിച്ചു. പാർട്ടിക്കുള്ളിലെ എതിരാളികൾ ഈ ഓഡിയോകൾ ഹൈക്കമാൻഡിന് മുന്നിൽ ആയുധമാക്കിയതോടെ സതീശന്റെ സാധ്യതകൾ മങ്ങിയിരിക്കുകയാണ്. ഇടാൻ പറ്റുന്നവർ ഇടാന്ന് പറഞ്ഞ പേടിയായിട്ടല്ല, നമ്മൊരു സാഹചര്യം വീക്ഷിക്കണമല്ല. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്. നമ്മിട്ടെന്ന് വെച്ച് വേറെ പ്രശ്നം ഉണ്ടാവില്ല, അതൊന്നുമില്ല. ഇപ്പൊ ഒരു ഫോക്കസ് അതിൽ പോയേക്കാണ്. അത് ഒരു ദിവസം ഒരിക്കൽ അത് കത്തിക്കണം. അതിന്റെ ആ മൂർധന്യാവസ്ഥ കഴിഞ്ഞ അത് കഴിഞ്ഞ് നാളെ ഈ സാധനം എനിക്കിരുന്നതിന് കുഴപ്പമില്ലാണ്ടല്ലോ ഞാൻ പറഞ്ഞത്. നമ്മിങ്ങനെ ഒരാളെ എല്ലാവരും കൂടി ഇപ്പോൾ ഇന്ന് പൂഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. MLA-മാരും നിലവിലുള്ള MLA-മാരും DCC പ്രസിഡന്റുമാരും ഇലക്ഷനിൽ നിന്ന സ്ഥാനാർത്ഥികളും അത് ആ സ്ഥാനം കിട്ടാൻ വേണ്ടി ചെയ്യുന്ന പരിപാടിയാണ്. ആ ഒരു നിലനിൽപ്പ് നോക്കുകയാണ്. നമ്മ സപ്പോർട്ട് ചെയ്തെന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം. ഇനി പുള്ളി എങ്ങനെ ആയാലെന്നുള്ളൊരു ഇതില്ല. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രാഹുൽ പറഞ്ഞതാണ് കറക്റ്റ്. അതായത് കോൺഗ്രസിന്റെ സംഘടനകാരിയായ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അപ്പൊ പുള്ളി ഇലക്ഷൻ നടക്കുന്ന ആസാമിലും ഇലക്ഷൻ നടക്കുന്ന ഈ പശ്ചിമ ബംഗാളിലും തമിഴ്നാട്ടിലും എല്ലായിടത്തും. ഈ വാർത്തയുടെ പൂർണ്ണ വിശദാംശങ്ങൾ അറിയാൻ ദ ഹാലി ന്യൂസ് യൂട്യൂബ് ചാനൽ കാണുക. ലിങ്ക് ഇൻ ബയോ.